ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ആൾക്കാർക്കെങ്കിലും യൂസ്ഫുള്ളും ഹെൽപ്ഫുള്ളും ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഷാനൺ അറ്റ്ലോൺ അയർലൻഡിൽ സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് വരുന്ന സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളുടെ സ്റ്റേ അല്ലെങ്കിൽ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരിക്കുന്നത് വില്ലോ പാർക്ക്, ക്രോയോഗ, ഗ്ലെൻ, ഗേറ്റ് ലോഡ്ജ്, ബ്രൂക്ക് വ്യൂ അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബസ് സർവീസാണിത്. പ്രൈവറ്റ് ബസ് സർവീസാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ യൂറോ ബസ് എന്നാണ് വിളിക്കുന്നത്. ജസ്റ്റ് €1 ഉള്ളൂ. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം വില്ലോ പാർക്ക് ടു ഗോൾഡൻ ഐലൻഡ്. ബാക്ക് ആൻഡ് ഫോർത്ത് സർവീസാണ് ഒരു 15 minutes ഗ്യാപ്പിൽ. മൺഡേ 8:30 മോർണിംഗ് തൊട്ട് 6:30 വരെയാണ്. മൺഡേ ടു സാറ്റർഡേ 6:30 വരെയാണ്. അതായത് 8:30 തൊട്ട് 6:30 വരെയാണ് ഇതിൻ്റെ ഷെഡ്യൂള്. ഈ കാണുന്നതാണ് കോളേജ് അല്ല യൂണിവേഴ്സിറ്റി. ഞാനിവിടെ അത്ലോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആയിരുന്ന സമയത്താണ് ഞാൻ പഠിക്കാൻ വന്നത്. അപ്പം ഞങ്ങൾക്കിത് കോളേജാണ്. ഇപ്പോഴാണ് അത് യൂണിവേഴ്സിറ്റിയായിട്ട് കൺവേർട്ടാക്കിയത്. ഞങ്ങൾ വന്ന ടൈമിലാണ് അത് കൺവേർട്ടാക്കിയത്. അപ്പോൾ എൻ്റെ വായിലെപ്പോഴും കോളേജിൽ നിന്ന് വരുള്ളൂ, യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഇതാണ് ടൗൺ ഗോൾഡൻ ഐലൻഡിൽ. ഇവിടെ ഒത്തിരി ഷോപ്സ് ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വരുമ്പോൾ ഗ്രോസറീസ് അല്ലെങ്കിൽ ജാക്കറ്റ്, ഡൂവേ, പില്ലോ കവർ, പില്ലൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഈ ബസ് എടുത്തിട്ട് ഇവിടെ ഇറങ്ങിയാൽ മതി. ഗോൾഡൻ ഐലൻഡിൽ ഇത് ഗോൾഡൻ ഐലൻഡ് ആണ് കേട്ടോ. ഇത് ലാസ്റ്റ് സ്റ്റോപ്പ്. തിരിച്ച് പിന്നെയും വില്ലോ പാർക്കിൽ പോകും. കോളേജിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റോപ്പുണ്ട്. ഇവിടെ IMC എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ മലയാളം മൂവീസൊക്കെ റിലീസാവും, ഹിന്ദി, തമിഴൊക്കെ റിലീസാവും. ഇത് എന്താ പറയുക, ഈ ഗോൾഡൻ ഐലൻഡിൽ കുറേ അധികം 40+ ഷോപ്സ് ഉണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നാൽ കിട്ടും. അതായത് ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെയാണ് അത്യാവശ്യം അതെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പെന്നീസ് ഉണ്ട്. UK പ്രൈമാർക്ക് എന്ന് പറയുന്ന, മറ്റേ നമ്മൾ അയർലൻഡിൽ പെന്നീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പെന്നീസ് ഉണ്ട്, ടെസ്കോ ഉണ്ട്. ഷൂസ് വാങ്ങിക്കണമെങ്കിൽ അതുണ്ട്. അങ്ങനെ അത്യാവശ്യം ഷോപ്സ് എല്ലാം ഗോൾഡൻ ഐലൻഡിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രോസറീസൊക്കെ വാങ്ങിച്ച് തിരിച്ച് ആ ബസ് എടുത്തിട്ട് അക്കോമഡേഷനിലോട്ട് പോകാം. പിന്നെ ആ €1 കുറച്ച് ദൂരമേ ഉള്ളൂ. വില്ലോ പാർക്ക് ടു ഗോൾഡൻ ഐലൻഡ് ഒരു 2.53 kilometers അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ വെതർ കണ്ടീഷൻ വെച്ചിട്ട് ഓക്കെ €1 എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺവേർട്ട് ആക്കുമല്ലോ പൈസ. അപ്പോൾ €1 എന്ന് പറയുന്നത് 91 rupees. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നടക്കാൻ വെതറൊക്കെ ഓക്കെ ആണെങ്കിലേ നടക്കാവുള്ളൂ. ഈ ഗ്രോസറീസ് ക്യാരി ചെയ്ത് അത്രയും ദൂരം ഒരു മോശം വെതറിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതും ഈ നമ്മൾ സേവ് ചെയ്യുന്ന €1 തമ്മിൽ ഒരിക്കലും ടാലി ആവില്ല. അപ്പോൾ ആ €1 അല്ലെങ്കിൽ ആ ബസ് ടിക്കറ്റിൻ്റെ ഫെയർ സ്പെൻഡ് ചെയ്യുന്നതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട കേട്ടോ. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഡൺ സ്റ്റോഴ്സ്. അത് പ്രൈമാർക്കിനേക്കാളും ഒരു പൊടി എക്സ്പെൻസീവാണ്. എന്നാലും കുറച്ച് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ക്ലോത്ത്സ്, ഗ്രോസറീസ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നിങ്ങൾക്കിപ്പോൾ മോശം വെതറാണെങ്കിൽ ഡൺസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഡൺ ഷോപ്പ് അങ്ങ് വരെയുണ്ട്. ഡൺസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കയറി അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലെ ഷോപ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വന്നാൽ യൂഷ്വലി ഞങ്ങൾ ആ വേ എടുക്കുന്നത്. ഇത് ടൗൺ സെൻറ്ററിലോട്ടുള്ള വേ ആണ്. എന്താ പറയുക, നിങ്ങൾക്ക് സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് ഗോൾഡൻ ഐലൻഡിന് റിലേ ചെയ്യാം. നിങ്ങൾ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് കുറച്ച് മണിയൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബ്രാൻഡഡ് ഐറ്റംസൊക്കെ വാങ്ങിക്കണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് റീറ്റെയിൽ തെറാപ്പിക്കോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡൊക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അയർലൻഡ് വന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി നിന്നാണ് ടൗൺ സെൻറ്ററിൽ എത്താവുന്നതാണ്. ഇതെല്ലാം ഈയിടെ റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ആയിട്ടോ, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ 3 ആപ്പ് നോക്കിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങിയാണ് ഈ വഴിക്ക്. സണ്ണി ആൻഡ് ബ്രൈറ്റ് ഡേ ആണെന്ന് വിചാരിച്ചത്, പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞങ്ങൾ ഗോട്ട് ഫുള്ളി ഡ്രെഞ്ച്ഡ് ഇൻ റെയിനാണ്. അപ്പം നിങ്ങൾ എവിടെ പോയാലും വെതർ എപ്പോൾ വേണമെങ്കിലും മാറും. ചിലപ്പം വെതർ പ്രഡിക്ഷനൊക്കെ കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ആയിരിക്കില്ല. അപ്പോൾ ഓൾവേസ് ക്യാരി ലൈക്ക് ഗുഡ് ജാക്കറ്റ്, ഒരു അംബ്രല്ല, ഒരു ജസ്റ്റ് എ ക്യാപ്പ് എന്തെങ്കിലും കയ്യിലൊന്ന് കരുതിക്കോണം. പിന്നെ അത്ലോണിൽ 2 more ഗ്രോസറി ഷോപ്പും കൂടി ഉണ്ട്. ഒന്ന് അൽഡി ആണുള്ളത്. അത് ഗോൾഡൻ ഐലൻഡിൽ ഇറങ്ങുന്നതിന് ഒരു സ്റ്റോപ്പ് മുന്നെയാണ് അൽഡി ഉള്ളത്. അവിടെ കുറച്ചും കൂടി ചീപ്പർ ഗ്രോസറീസ് കിട്ടും. കുറച്ചുള്ളിലോട്ട് വന്നെങ്കിൽ കാണാൻ പറ്റും അൽഡിയുടെ സൈൻ ബോർഡ്സൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഉള്ളത് ലിഡിലാണ്. അത് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ നടക്കേണ്ട വരും. ഇങ്ങനെ ബസ് സർവീസ് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് കാണില്ല.
പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ATMും പ്രിൻ്റ് ഔട്ട്സൊക്കെ എടുക്കണമെങ്കിൽ ATM ഗോൾഡൻ ഐലൻഡിലും ഉണ്ട്, ടൗൺ സെൻറ്ററിലും ഉണ്ട്. പിന്നെ AIB, ബാങ്ക് ഓഫ് അയർലൻഡ് ഒക്കെ ഈ ടൗൺ സെൻറ്ററിൻ്റെ അടുത്താണ് ബാങ്ക്സ് ഉള്ളത്. പിന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ ലൈബ്രറിയിലാണ് ഏറ്റവും ചീപ്പസ്റ്റ് പ്രിൻ്റ് ഔട്ട് കിട്ടുന്നത്, അതും ടൗൺ സെൻറ്ററിൻ്റെ അടുത്താണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബേസിക് ഇൻഫർമേഷൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.